സ്ത്രീപക്ഷ സിനിമകൾ ഇറങ്ങുമ്പോഴുള്ള വാദപ്രതിവാദങ്ങളും നായികമാരില്ലാത്ത സിനിമകൾ ഇറങ്ങുമ്പോഴുള്ള അത് ചൂണ്ടിക്കാട്ടിയുള്ള പ്രതികരണങ്ങൾ നടക്കുന്നതും മലയാളികൾ കാണാറുള്ളതാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 80കളിൽ ഭൂരിപക്ഷ യാഥാസ്ഥിതിക ആസ്വാദകരുണ്ടായിരുന്ന സമയത്ത് പത്മരാജനും KJ ജോർജും KS സേതുമാധവനുമെല്ലാം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, ദേശാടന കിളി കരയാറില്ല, തൂവാനത്തുമ്പികൾ അടക്കമുള്ള സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ളവരാണ്. വലിയ സ്വീകാര്യത ലഭിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ സധൈര്യം തന്റെ സിനിമകളിലൂടെ അവർ പറഞ്ഞു. എന്നാൽ ഇക്കാലത്തും പലരും എടുക്കാൻ മടിക്കുന്ന വിമർശനങ്ങൾ നേരിടുന്ന പല വിഷയങ്ങളെയും കാലത്തിന് മുന്നേ അവർ പറഞ്ഞിരുന്നു. ഇന്നും അവർ ചെയ്തു വെച്ച ആ സിനിമകൾ ചർച്ചയാവുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നുമുണ്ട്. ഇന്ത്യൻ സിനിമയിൽ ആകമാനമുള്ള ഒരു പ്രവണതയാണ് സിനിമകൾ നായിക കേന്ദ്രീകൃതമാവണമെന്നത്. നായകന്റെ പേരിലാണ് സിനിമയുടെ തിയേറ്റർ ബിസിനസ്സും ഇൻഷ്യൽ കളക്ഷനും സാറ്റലൈറ്റ് OTT ഓവർസീസ് ഡബ്ബിംഗ് റൈറ്റ്സ് ബിസിനസ്സും എല്ലാം പോകുന്നത്. ഇത് ആരെങ്കിലും ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത സ്ത്രീവിരുദ്ധതയൊന്നുമല്ല, പക്ഷേ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന കീഴ്വഴക്കമാണ്. താരമൂല്യമുള്ള നായകൻ കേന്ദ്ര കഥാപാത്രമായി ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ ബിസിനസ് ചെയ്യാൻ കഴിയൂവെന്ന രീതിയിലടക്കം അടുത്ത കാലത്തായി മാറ്റം വന്നു കഴിഞ്ഞിരിക്കുന്നു. യുവതാരങ്ങൾ വരെ അവരുടെ സിനിമകൾ കഥയും പ്രകടനവും കൊണ്ട് 100 കോടി ക്ലബിൽ എത്തിച്ചതിന് മലയാളികൾ സാക്ഷികളാണ്. എന്നാൽ അതുപോലെ തന്നെ മലയാള സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾ കുറയുന്നുവെന്നതിനെ കുറിച്ച് വലിയ രീതിയിൽ അടുത്തിടെയായി ചർച്ചാ വിഷയങ്ങളൊക്കെയും നടക്കുന്നുണ്ട്. 2024 തിയേറ്ററുകളിലെത്തി സൂപ്പർ ഹിറ്റായി മാറിയ മഞ്ഞുമൽ ബോയ്സ്, ആടുജീവിതം, ആവേശം എന്നീ സിനിമകളിലൊന്നും ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ലെന്ന് ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ അതുപോലെ ഫെമിനിസം പറയാൻ വേണ്ടി മാത്രം വെറുതെ സിനിമകൾ ചെയ്യുന്നതിനോടും പ്രേക്ഷകർ അടുത്തിടെയായി പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഫെമിനിസം പോലുള്ള ഇൻജക്ട് ചെയ്യേണ്ട ഒന്നല്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. ഈ സാഹചര്യത്തിൽ സ്ത്രീ കേന്ദ്രീകൃത സിനിമകളെ കുറിച്ച് നടി മീര ജാസ്മിൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായി മാറിയിരിക്കുന്നത്. സ്ത്രീ കേന്ദ്രീകൃത സിനിമയിൽ താൻ അഭിനയിച്ചുവെന്ന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലെന്നാണ് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഓൺലൈൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ മീര ജാസ്മിൻ പറഞ്ഞത്. പുരുഷനും സ്ത്രീയെന്നും വേർതിരിച്ചു കാണാൻ തനിക്ക് പറ്റില്ലെന്ന് മീര പറയുന്നുണ്ട്. പുരുഷന്മാരെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയോ വിചിത്രമായ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ ചുറ്റിനുമുണ്ട്. അതുകൊണ്ട് തന്നെ പുരുഷന്മാരെ മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈക്വലി ബാഡായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്ത്രീകളും നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്. പുരുഷനോ സ്ത്രീയോ എന്ന് വേർതിരിച്ചു കാണാൻ എനിക്ക് പറ്റില്ല. ഞാൻ സിനിമ ചെയ്യുമ്പോൾ പലപ്പോഴും ഫീമെയിൽ ഓറിയന്റഡ് ആണെന്ന് കേൾക്കാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ കേൾക്കാനും ഇഷ്ടമല്ല. എനിക്ക് പ്രാധാന്യമുള്ള ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ മീര ജാസ്മിൻ ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്റ്റിൽ അഭിനയിച്ചുവെന്ന് എനിക്ക് കേൾക്കാൻ തീരെ ഇഷ്ടവുമല്ല. എന്നാൽ ഞാനൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുവെന്ന് മാത്രം. ഞാനൊരിക്കലും ഫീമെയിൽ ഓറിയന്റഡ് ആയെന്ന കൊടിയൊന്നും പിടിച്ച് നടന്നിട്ടൊന്നുമില്ല. ഞാനൊരു പെൺകുട്ടിയായാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചില കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തുവെന്ന് മാത്രം. അല്ലാതെ ഒരിക്കലും ഡൊമിനേറ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ലെന്നാണ് മീര പറഞ്ഞത്. നടിയുടെ ഈയൊരു അഭിമുഖം സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും വൈറലായി എത്തിയതോടെ വിവരവും വിവേകവുമുള്ള അഭിനേത്രിയാണ് മീരയെന്നാണ് കമന്റുകൾ. അത്രയും മീര ജാസ്മിനെ സിനിമയിൽ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാവുമെന്നും അങ്ങനെ ഉണ്ടായ ശത്രുക്കളാവും ഇതിന് പിന്നിലെന്നുമാണ് പറയുന്നത്. നല്ല തണ്ടലുള്ള, നല്ല തന്റേടമുള്ള നിലപാടുള്ള വ്യക്തിയാണ് മീര എന്നിങ്ങനെയാണ് കമന്റുകൾ. അത്രയും ചുരുങ്ങിയ കാലയളവിൽ ഒട്ടനവധി നല്ല കഥാപാത്രങ്ങൾ മീര മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.